ഡിറ്റർമിനൻസ് യൂസ് ചെയ്യുന്നത് സ്ക്വയർ മാട്രിക്സിന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കാനാണ്. അത് നമുക്ക് 3 രീതിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഓരോ മാട്രിക്സിനും എങ്ങനെയാണ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ 1/1 മാട്രിക്സ്. 1/1 മാട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരേ ഒരു കോളും റോയും മാത്രമേ കാണുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, അതിൽ തന്നിരിക്കുന്ന എലമെൻറ്റ് ഏതാണോ അത് തന്നെയായിരിക്കും അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഇവിടെ നോക്കിക്കേ 5. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആൻസർ 5 തന്നെയായിരിക്കും. ഇനി 2/2 മാട്രിക്സ് ആണെങ്കിൽ എന്താ, A11 കോളവും 2 റോയും 2 ആയിട്ടുള്ള മാട്രിക്സ് ആണ് 2/2 മാട്രിക്സ്. അപ്പോൾ അതിലെ എലമെൻറ്റ്സ് A11, A12, A21, A22 ആണെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് മൈനസ് ചെയ്താൽ മതി. അതായത് A11 ഇൻറ്റു A22 മൈനസ് A21 ഇൻറ്റു A12 ആയിരിക്കും. എക്സാമ്പിളായിട്ട് 1379 തന്നിട്ടുണ്ട്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും, 1 ഇൻറ്റു 9 മൈനസ് ഇതിനെ തമ്മിൽ ക്രോസ് ചെയ്യുക 7 ഇൻറ്റു 3, 9 മൈനസ് 21 എത്ര കിട്ടും, 9 മൈനസ് 21 ഈക്വൽ ടു -12 എന്ന് നമുക്ക് കിട്ടും. അതായത് 2/2ൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് മൈനസ് ചെയ്യുക. ഇനി 3/3 മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ള വേ ആണ്. നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്യാം. ഫസ്റ്റ് റോയോ സെക്കൻഡ് റോയോ തേർഡ് റോയോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം ഏത് വേണേലും എടുക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും എളുപ്പത്തിന് ഫസ്റ്റ് റോ തന്നെയാണ് സെലക്ട് ചെയ്യാറ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് കോളം സെലക്ട് ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പ്ലസ് മൈനസ് പ്ലസ് ആ ഒരു ഫോർമാറ്റിലാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, 1 നമ്മൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എടുത്തു 1 ഇൻറ്റു, അപ്പോൾ അതിന് നേരെയുള്ള റോയും കോളവും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് 0354 കിട്ടും. 0354. ദെൻ നെക്സ്റ്റ് എന്താ, ഇത് പ്ലസ് ആണ്, നെക്സ്റ്റ് മൈനസ് എടുക്കുക. ഇനി അടുത്ത എലമെൻ്റ് എടുക്കുക, എന്താണ്, -2 എടുക്കുമ്പോൾ അതിന് നേരെയുള്ള റോയും കോളവും കളഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 2314. ദെൻ പ്ലസ് മൈനസ് പ്ലസ്. ഇനി മൂന്നാമത്തെ എലമെൻറ്റ് 3 എടുത്തു, അതിന് നേരെയുള്ള റോയും കോളവും കളഞ്ഞാൽ 2015 ഈക്വൽ ടു 1 ഇൻറ്റു 0 ഇൻറ്റു 4 0 മൈനസ് 5 ഇൻറ്റു 3. ഇതിപ്പോൾ ഒരു 2/2 മാട്രിക്സ് ആയല്ലോ. അതിന് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് മൈനസ് ചെയ്യുക. 5 ഇൻറ്റു 3 15, ഈ മൈനസോടെ പ്ലസ് 2 ഇൻറ്റു 4 ഇൻറ്റു 2 8 മൈനസ് 1 ഇൻറ്റു 3 3 പ്ലസ് 3 ഇൻറ്റു 2 ഇൻറ്റു 5 10 മൈനസ് 0 ഇൻറ്റു 1 0. ദെൻ 1 ഇൻറ്റു 0 മൈനസ് 15 മൈനസ് 15 പ്ലസ് 2 ഇൻറ്റു 8 മൈനസ് 3 5 പ്ലസ് 3 ഇൻറ്റു 10 മൈനസ് 0 10. നമുക്ക് 13 14 25 എന്ന് ആൻസർ കിട്ടും.